നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയായിരുന്നു മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്ന MT വാസുദേവൻ നായർ. 1933 ജൂലൈ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലായിരുന്നു ജനനം. ഈ കഴിഞ്ഞ ഡിസംബർ 25, 2024 കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു ആ മഹത് വ്യക്തിയുടെ അന്ത്യം. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം MT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. അധ്യാപകൻ, പത്രാധിപൻ എന്നീ നിലകളിലും പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം മുതലായ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. വാർദ്ധക്യജനകമായ അസുഖങ്ങൾ ഏറെ അലട്ടിയിരുന്നു അദ്ദേഹത്തെ. ശ്വാസതടസ്സവും പിന്നീട് ഹൃദയസ്തംഭനവുമായിരുന്നു മരണകാരണം. പുന്നയൂർ കുളത്തുകാരനായ T. നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകനാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ ജന്മദേശം പഴയ മദ്രാസ് പ്രസിഡൻസിയിൽ മലബാർ ജില്ലയുടെ കീഴിലായിരുന്നു. മാതാപിതാക്കളുടെ 4 മക്കളിൽ ഇളയവനായിരുന്നു അദ്ദേഹം. തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലുമായിട്ടായിരുന്നു കുട്ടിക്കാലം ചെലവഴിച്ചത്. MTയുടെ അച്ഛൻ ജോലി സംബന്ധമായി സിലോണിലായിരുന്നു. അവിടെ അദ്ദേഹത്തിന് മറ്റൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. സിലോണിൽ നിന്നും മടങ്ങി വരുന്ന അച്ഛൻ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്ന കഥ നിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നു. ഈ പെൺകുട്ടി ആരാണെന്ന് MT പറയുന്നില്ലെങ്കിലും MTയുടെ അച്ഛൻ സിലോണിൽ ഭാര്യയിൽ ഒരു മകളുണ്ടെന്ന് പറയപ്പെടുന്നു. MTയുടെ അതേ പ്രായമുള്ള T. നാരായണൻ നായരെ ഡാഡി എന്ന് വിളിച്ച പെൺകുട്ടിയാണ് തന്റെ കുട്ടിയെന്ന് MTയുടെ അച്ഛൻ വെളിപ്പെടുത്തി. MTയുടെ രണ്ടാനമ്മയിൽ ഉണ്ടായ പെൺകുട്ടിയെ ചൊല്ലി T. നാരായണൻ നായരും അമ്മാളു അമ്മയും തമ്മിൽ വഴക്കുണ്ടായി. T. നാരായണൻ നായർ പെൺകുട്ടിയുമായി കേരളം വിട്ട് ശ്രീലങ്കയിലെ സെൻട്രൽ പ്രവിശ്യയിലെ ഒരു പട്ടണമായ കടുകണ്ണാവയിൽ താമസമാക്കി. MT കടുകണ്ണാവ സന്ദർശിച്ചെങ്കിലും പിതാവിനെയോ പെൺകുട്ടിയോ കണ്ടെത്താനായില്ല. പെൺകുട്ടി വിവാഹം കഴിച്ച് പിതാവിനോടൊപ്പം പോയി എന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ അറിയുന്നത്. ഈ ഒരു അനുഭവമായിരുന്നു MTയുടെ നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥ. കോപ്പൻ മാസ്റ്ററുടെ കുടിപ്പള്ളിക്കൂടത്തിലാണ് അദ്ദേഹം വിദ്യാഭ്യാസം ആരംഭിച്ചത്. പിന്നെ മലമക്കാവ് എലിമെന്ററി സ്കൂളിലും കുമരല്ലൂർ ഹൈസ്കൂളിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1953 പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദം നേടി. ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത പരിഗണിച്ച് രസതന്ത്രമായിരുന്നു ഐച്ഛിക വിഷയമായി എടുത്തത്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം 1-2 വിദ്യാലയങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്തു. 1954 പട്ടാമ്പി ബോർഡ് ഹൈസ്കൂളിലും അധ്യാപകനായി. രണ്ടിടത്തും കണക്കായിരുന്നു പഠിപ്പിച്ചിരുന്നത്. 1955-56 കാലത്ത് പാലക്കാട് MV ട്യൂട്ടോറിയൽ അധ്യാപകനായും ജോലി നോക്കി. ഇതിനിടയിൽ തളിപ്പറമ്പിൽ ഗ്രാമസേവകന്റെ ഉദ്യോഗം കിട്ടിയെങ്കിലും ദിവസങ്ങൾക്കകം രാജിവെച്ച് MVയിൽ തിരിച്ചെത്തി. തുടർന്ന് 1957 മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ജോലിക്ക് ചേർന്നു. ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു. MT 2 തവണ വിവാഹം കഴിച്ചിട്ടുണ്ട്. 1965 എഴുത്തുകാരിയും വിവർത്തകയുമായ പ്രമീളയെ അദ്ദേഹം ആദ്യം വിവാഹം കഴിച്ചു. കോഴിക്കോട്ടെ MV ട്യൂട്ടോറിയൽസിൽ ഒരേ കാലത്ത് അധ്യാപകരായിരുന്നു MTയും പ്രമീളയും. MTയേക്കാൾ 3 വയസ്സോളം കൂടുതലുണ്ടായിരുന്നു പ്രമീളയ്ക്ക്. MTയെ ഇംഗ്ലീഷ് വായനക്കാർക്ക് പരിചയപ്പെടുത്തിയതിലും പ്രമീളയുടെ വിവർത്തനങ്ങൾക്കും വലിയ പങ്കുണ്ട്. മഞ്ഞ നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വിവർത്തനം സാഹിത്യത്തിലെ ക്ലാസിക്കുകളൊന്നായി കരുതുന്നവരുണ്ട്. MTയുടെ തിരക്കഥയായ നിർമാല്യം, നിന്റെ ഓർമ്മയ്ക്ക്, ബന്ധനം, അയൽക്കാർ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം, മതിലുകൾ, T. ദാമോദരന്റെ 1921 തിരക്കഥയായ PV തമ്പിയുടെ കൃഷ്ണപ്പരുന്ത് തുടങ്ങിയവയും പ്രമീള ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. പിന്നീട് മകൾ സിത്താരയെ നൃത്തം പഠിപ്പിക്കാൻ വീട്ടിലെത്തിയിരുന്ന പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയുമായി MT പ്രണയത്തിലായതോടെ ആദ്യ വിവാഹ ബന്ധത്തിന് വിരാമമായി. 11 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം അവർ വേർപിരിഞ്ഞു. ഈ വിവാഹത്തിലുള്ള അദ്ദേഹത്തിന്റെ മകൾ സിത്താര ഭർത്താവിനൊപ്പം അമേരിക്കൻ ഐക്യനാടുകളിൽ ബിസിനസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്നു. MTയുമായി ബന്ധം പിരിഞ്ഞ ശേഷം പ്രമീള ദീർഘകാലം മകൾ സിത്താരയോടൊപ്പം അമേരിക്കയിലായിരുന്നു. പിന്നീട് രോഗബാധിതയായി നീണ്ടകാലം ചികിത്സയിൽ കഴിഞ്ഞ പ്രമീള കോഴിക്കോട് നടക്കാവിൽ ക്രിസ്ത്യൻ കോളേജിന് സമീപത്തെ വീട്ടിലായിരുന്നു അവസാനകാലം ചിലവഴിച്ചിരുന്നത്. 1999 നവംബർ 10 പ്രമേഹം മൂർജിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. 1977 പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെ വിവാഹം കഴിച്ച അദ്ദേഹത്തിന് അവരിൽ അശ്വതി നായർ എന്ന മകളുണ്ട്. അശ്വതിയും നർത്തകിയാണ്. അവസാന കാലത്ത് മൂത്ത മകളുടെ പേരിലുള്ള കോഴിക്കോട് കൊട്ടാരം റോഡിലെ സിത്താരയിലായിരുന്നു MT താമസിച്ചിരുന്നത്. MT ഓർമ്മയിൽ തുടരവെ 2-ാം ഊഴം അങ്ങനെ തന്നെ ബാക്കി നിൽക്കുന്നു. MTയുടെ ജീവിതത്തിലെ അവസാന നാളുകളിൽ ഏറ്റവും വലിയ മോഹം ഒന്നു മാത്രമായിരുന്നു. വർഷങ്ങളുടെ തപം കൊണ്ട് പുനഃസൃഷ്ടിച്ച മഹാഭാരത ഇതിഹാസമായ 2-ാം ഊഴം എന്ന നോവൽ സിനിമയായി കാണണം എന്നത്.
മറ്റാർക്കും അതിന് കഴിയില്ലെന്ന് മനസ്സിലാക്കി MT തന്നെ രണ്ടാം ഊഴത്തിന്റെ തിരക്കഥയും രചിച്ചു. എന്നിട്ടും അത് സിനിമയായി കാണാൻ കഴിയാതെ മഹാഭാരതത്തെ പുനഃസൃഷ്ടിച്ച കലാകാരൻ വിടവാങ്ങുകയായിരുന്നു. അവസാന നാളുകളിൽ രണ്ടാം ഊഴം ഒരു മുറിവായി MTയെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. അഡ്വാൻസായി 2 കോടി രൂപ വാങ്ങി തിരക്കഥ സിനിമയാക്കാൻ ഒരാളെ ഏൽപ്പിച്ചെങ്കിലും അത് നടന്നില്ല. UAEയിലെ ബിസിനസ് ഭീമനായ ഡോക്ടർ BR ഷെട്ടി 1000 കോടി രൂപ ചിലവിൽ രണ്ടാം ഊഴം സിനിമയാക്കാമെന്ന് സംവിധായകൻ ശ്രീകുമാരൻ മേനോനുമായി ധാരണയുണ്ടായി. മോഹൻലാലിനെ ഭീമൻ എന്ന കഥാപാത്രമായി ഉറപ്പിക്കുകയും ചെയ്തു. ഭീമന്റെ മുഖം അഭ്രപാളികളിൽ വൈകാതെ കാണാൻ കഴിയുമെന്ന് MTയും മോഹിച്ചു. പക്ഷേ 2019 നിരവധി കാരണങ്ങളാൽ അദ്ദേഹം ബിസിനസ് പ്രതിസന്ധിയിൽ അകപ്പെട്ടതോടെ രണ്ടാം ഊഴം എന്ന സ്വപ്നവും കൈവിട്ടു. പക്ഷേ കാത്തിരിപ്പ് 2 വർഷം നീണ്ടുപോയപ്പോൾ MT അസ്വസ്ഥനായി. ഒടുവിൽ തിരക്കഥ തിരിച്ചു കിട്ടാൻ കോടതി വരെ കയറേണ്ടി വന്നു. പിന്നീടാണ് തിരക്കഥ തിരിച്ചു കിട്ടിയത്. ഒരു മലയാള തിരക്കഥയ്ക്ക് സ്വപ്നം കാണാൻ മാത്രം കഴിഞ്ഞിരുന്ന അത്രയും വലിയ അഡ്വാൻസ് തുക തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അത്രയ്ക്കായിരുന്നു MTയുടെ തിരക്കഥയുടെ ജനപ്രീതി. രണ്ടാം ഊഴം ഒരു ബ്രഹ്മാണ്ഡ സിനിമയാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ റിസ്ക് എടുക്കാൻ തയ്യാറുള്ള സാഹസികനായ ഒരു നിർമ്മാതാവിനെയായിരുന്നു വേണ്ടിയിരുന്നത്. അങ്ങനെ ഒരാൾ വന്നില്ല. അഡ്വാൻസ് തിരികെ കൊടുത്ത് കോടതി വഴി തിരക്കഥ കയ്യിൽ വന്നു. പക്ഷേ രണ്ടാം ഊഴം വെളിച്ചം കാണാതെ ഇരുന്ന ഓരോ നിമിഷവും ആത്മനൊമ്പരമായി ഈ ജ്ഞാനപീഠം ജേതാവിനെ ഉള്ളിൽ കാർന്നു തിന്നിരുന്നു. ഏതൊരു എഴുത്തുകാരനെയും പോലെ തന്റെ സൃഷ്ടി അതിന്റെ പരിപൂർണതയിൽ കാണണമെന്ന മോഹം സഫലീകരിക്കാനാവാത്തതിന്റെ ദുഃഖം അത്രയ്ക്കുണ്ടായിരുന്നു. തന്റെ മോഹം സഫലമാക്കാൻ ആരെങ്കിലും വരുമെന്ന് കലാകാരൻ പ്രാർത്ഥനാപൂർവം അവസാന നിമിഷം വരെ കാത്തിരുന്നു. ഭീമനാകാൻ നടൻ മോഹൻലാൽ വരെ ഒരുക്കമായിരുന്നു. പക്ഷേ ആ സ്വപ്നം നീണ്ടു പോയി. കാരണം 1000 കോടിയോ അതിനു മുകളിലോ വേണ്ടിവരും മഹാഭാരതം എന്ന ഇതിഹാസത്തെ ഉപജീവിച്ചെഴുതിയ ആ നോവലിനെ സിനിമയാക്കാൻ. ലോക സാഹിത്യത്തിൽ ഇംഗ്ലീഷ് അല്ലാത്തൊരു ഭാഷയിൽ ഇങ്ങനെ സാഹിത്യകൃതിയുടെ വിജയം അത്യപൂർവം. അത് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ MTക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഡിസംബർ 25 ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത്. അദ്ദേഹത്തോടുള്ള ആദരവ സൂചകമായി സംസ്ഥാന സർക്കാർ 2 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ, നടൻ മോഹൻലാൽ, സംവിധായകൻ ഹരിഹരൻ തുടങ്ങിയ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒരു സാധാരണ ശവസംസ്കാര ചടങ്ങ് നടത്താനുള്ള MTയുടെ മുൻ ആഗ്രഹപ്രകാരം മരണാന്തര ചടങ്ങുകളും ആദരവർപ്പിക്കലും മറ്റും അദ്ദേഹത്തിന്റെ വീടായ സിത്താരയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. മകൾ അശ്വതി, മരുമക്കളായ T സതീശൻ, MT രാമകൃഷ്ണൻ, ബന്ധുക്കളായ മോഹൻ നായർ, ദീപു മോഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടത്തി. മൂത്ത മകൾ സിത്താരയും കുടുംബവും മരണാന്തര ചടങ്ങുകളിൽ സന്നിധരായിരുന്നില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് വരും വീഡിയോസിനായി കാത്തിരിക്കുക.